പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടി എന്തിനാണ് തയ്യാറെടുക്കേണ്ടത്? നമ്മളിപ്പോൾ അടുത്തായി കണ്ടുവരുന്നത് പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളാണ്. പിടുങ്ങനെയുള്ള മരണങ്ങൾ. ഉറക്കത്തിൽ മരണപ്പെടുക, റോഡിൽ ബസ്സിന് കാത്തു നിന്നവൻ കുഴഞ്ഞു വീണ് മരിക്കുക, ഇരുന്ന് മരിക്കുക, ഇതൊക്കെ പെട്ടെന്നുള്ള മരണങ്ങളാണ്. അപ്പോൾ നമ്മളെന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമുക്കുണ്ടാകുന്ന മരണഭയം ഒരുപാട് കുറക്കും. അതുമാത്രമല്ല, ജീവിതവും മരണവും സന്തോഷത്തിലാവുകയും ചെയ്യും. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും നന്നാക്കും. ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന മരണഭയത്തെ നമ്മൾ ഭയക്കേണ്ടതില്ല. അപ്പോൾ മരണത്തിന് വേണ്ടി നമ്മളെന്നും തയ്യാറെടുത്തുകൊണ്ടേയിരിക്കണം. അബുദാബിയിൽ നിന്നും കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്നും താഴെ വീണ് യുവാവ് മരിച്ചു. 26 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. നൗഫൽ എന്ന് പറയുന്ന 26 വയസ്സുള്ള ചെറുപ്പക്കാരൻ അബുദാബിയിലെ കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്നും താഴേക്ക് വീണു. പ്രവാസി മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കേരളത്തിന്റെ അതിർത്തി പ്രദേശമായ ദക്ഷിണ കർണാടകയിലെ ഉള്ളാളം പറ്റോരി സ്വദേശി ഉമറിന്റെ മകൻ നൗഫലാണ് മരണപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. പ്രാർത്ഥന ലഭിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ മരണവാർത്ത എത്തിക്കുന്നത്. എവിടുന്നൊക്കെയോ മരണപ്പെട്ടവരെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അബുദാബിയിലെ സ്വകാര്യ കമ്പനിയിൽ AC ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു. ജോലിക്കിടയിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. പടച്ച റബ്ബേ, എല്ലാവരെയും തൊട്ട് ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും പടച്ച റബ്ബ് നമ്മളെ എല്ലാവരെയും കാക്കട്ടെ, ആമീൻ. മാതാവ് മറിയുമ്മ, സഹോദരങ്ങൾ നാസർ, നിസാർ, നിഹാസ്, അൻസാർ, സുനാന. ബനിയാസ് കേന്ദ്രീയ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം നിയമ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പടച്ച റബ്ബേ, നമ്മളെ ഇതുപോലുള്ള മരണത്തിൽ നിന്നും പടച്ച റബ്ബ് നമ്മളെ എല്ലാവരെയും സലാമത്താക്കി തരട്ടെ, ആമീൻ. പ്രവാസിയാണ് റബ്ബേ. അദ്ദേഹത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിച്ചേക്കണേ റബ്ബേ. ചെറുപ്പക്കാരനാണ് റബ്ബേ. പടച്ച തമ്പുരാനെ, കുടുംബം നോക്കാൻ വേണ്ടി പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവനാണ് റബ്ബേ. അപകടത്തിൽ മരണപ്പെട്ടതാണ് റബ്ബേ. അവരുടെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, നിന്നോടല്ലാതെ മറ്റാരോടാണ് ഞങ്ങൾ ഇരക്കുക? രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണേ റബ്ബേ. പൂർണ്ണ ശിഫ നൽകണേ റബ്ബേ. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ പേരുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണേ റബ്ബേ. പൂർണ്ണ ശിഫ നൽകണേ റബ്ബേ. കുടിവെള്ളം പോലും ഇറക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ. അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകണേ റബ്ബേ. പൂർണ്ണ ശിഫ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, പ്രകൃതി ദുരന്തത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ട് ഖബറിലാണ് റബ്ബേ. അവർക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. അവരുടെ ബന്ധുമിത്രാദികൾ ഇന്ന് തനിച്ചാണ് റബ്ബേ. അവർക്ക് സഹനശക്തി നീ കൊടുക്കണേ റബ്ബേ. ക്ഷമ കൊടുക്കണേ റബ്ബേ. അവരെ ഒറ്റപ്പെടുത്തല്ലേ റബ്ബേ. അവർക്ക് ജീവിതം നൽകണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും ദുആ ചെയ്യണം. മരണത്തെക്കുറിച്ച് എന്നും ഓർത്തുകൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതം നന്നാവും. ജീവിതവും മരണവും അല്ലാഹു തആല നന്നാക്കി തരട്ടെ, സന്തോഷത്തിലാക്കി തരട്ടെ. മരണപ്പെട്ട സഹോദരന് വേണ്ടി എല്ലാവരും ഫാത്തിയും യാസീനും ഓതി ഹദിയ ചെയ്യാൻ ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.